ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് ഡൗൺ ആണ്. 41.25 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് വരാൻ പോകുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. നല്ലൊരു ഡൗൺഫോളാണ് വന്നിട്ടുള്ളത്. നമുക്ക് പുട്ട് ഓപ്ഷൻ തന്നെ എടുക്കാം. 25,600 നമ്മുടെ 4.75 ആണ് നമ്മുടെ ക്യാപിറ്റൽ. 4.75 CR. നാളത്തെ എക്സ്പയറി ആണ് നമ്മൾ എടുക്കുന്നത്. 20th എക്സ്പയറി 25,600 പുട്ട് ഓപ്ഷൻ, ട്രേഡിംഗ് അറൗണ്ട് 100. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം 1.25 CR ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിപ്ലോയിഡ് ക്യാപിറ്റൽ അറൗണ്ട് 4-5 lakhs ലോസിലുണ്ട്. നമുക്കൊന്ന് ചാർട്ട്, ഞാൻ അല്ലാതെയും ഇവിടെ ചാർട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്ക്രീനിൽ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. 25,600 ലെവലിലേക്ക് ഒരു പുൾ ബാക്കാണ് വന്നിട്ടുള്ളത്. മേ ബി ഒരു ഡേ ലോ റീടെസ്റ്റ് വരുമോ നമുക്ക് നോക്കാം. എന്തായാലും ഒരു 3 lakhs ലോസിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോസ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പൊസിഷൻ ഒരു 3 lakhs 4 lakhs ലോസിൽ തന്നെയാണ്.
നമുക്ക് കപ്പിൾ ഓഫ് എൻട്രീസ് കൂടി എടുക്കാം. 25,600. യെസ്, പ്രോഫിറ്റ്സിലേക്ക് വരുന്നുണ്ട്. മേ ബി ഒരു ഡേ ലോ ലെവൽ റീടെസ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 5 lakhs പ്രോഫിറ്റ്. ഡേ ഹൈ വന്നിട്ടുള്ളത് 119.45 ആണ്. ഈ ഒരു 110 ലെവലിലേക്ക് വന്നിട്ടുണ്ട്, ഓൾമോസ്റ്റ് 109. നമുക്ക് ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യോ അല്ലെങ്കിൽ റീടെസ്റ്റ് ചെയ്യോ നമുക്ക് നോക്കാം. ഒരു സപ്പോർട്ട് ലെവൽ കൂടിയാണ് 25,560 ലെവൽ. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേ ലോ ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 5 ലക്ഷം ലോസിൽ നിന്നും 5 ലക്ഷം പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. ബട്ട് ലോസ് റിമെയിൻസ് ദ സെയിം, റിസ്ക് റിമെയിൻസ് ദ സെയിം. കാരണം നമ്മുടെ പൊസിഷൻസ് നേക്കഡ് പൊസിഷനാണ്. ഇപ്പോൾ കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. 1.5 CR ആണ് നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. പ്രൈസ് റിജക്ഷൻ ഉണ്ട്, നല്ല രീതിയിൽ പ്രൈസ് റിജക്ഷൻ ഉണ്ട്. വീണ്ടും 5 ലക്ഷം ലോസ്. അപ്പോൾ നമ്മുടെ പൊസിഷൻ നല്ല രീതിയിലുള്ളൊരു ഫ്ലക്ച്വേഷനാണ് പ്രോഫിറ്റിലേക്കും ലോസിലേക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ട്രേഡിംഗ് റിയാലിറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ട്രേഡിംഗ് ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പോൾ എത്ര ക്യാപിറ്റലാണെങ്കിലും എത്ര ചെറിയ ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഫ്ലക്ച്വേഷൻ ഈ രീതിയിലായിരിക്കും. നമുക്ക് +5 എന്ന് കാണുമ്പോൾ നമ്മൾ ആ ഒരു പോയിന്റിൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ അത് -5 പോകും. അപ്പോൾ നമ്മൾ നമ്മുടെ കൃത്യമായിട്ടുള്ള ടാർഗറ്റ്സും ലെവൽസും നമ്മുടെ അനാലിസിസും അത്രയും കൃത്യമാണെങ്കിൽ ആ ഒരു ലെവലിൽ വന്ന് നമുക്ക് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ മാർജിൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാം. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് ആ ഒരു ട്രേഡ് സേഫായിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു നോളേജ് നമുക്ക് ആവശ്യമാണ്, പേഷ്യൻസ് ആവശ്യമാണ്, മണി മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് എല്ലാം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതൊക്കെ പഠിക്കാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. തുടർന്ന് വീഡിയോസ് 1-2 തവണ വാച്ച് ചെയ്യുക. സെയിം വീഡിയോ തന്നെ, എന്നാലേ നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അഗെയിൻ ആ ഒരു റിസ്കി പൊസിഷനിൽ തന്നെയാണ് നമ്മുടെ പൊസിഷൻസ്, ഒരു റിസ്കി ലെവലിൽ തന്നെയാണ്. അറൗണ്ട് കോസ്റ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. 120 ലെവൽ ബ്രേക്ക് ചെയ്യുമോ നമുക്ക് നോക്കാം. ഡേ ഹൈ വന്നിട്ടുള്ളത് 119.45 ആണ്. പുട്ട് ഓപ്ഷൻ 25,600 പുട്ട് ഓപ്ഷനിൽ നമ്മൾ അറൗണ്ട് 2-3 lakhs പ്രോഫിറ്റിലുണ്ട്. 115 നമ്മുടെ ഫസ്റ്റ് എൻട്രി. അറൗണ്ട് 114.35 ലെവലിലാണ് ഫസ്റ്റ് എൻട്രി വന്നിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള എൻട്രീസ് മുഴുവൻ 105, 106, 100, അറൗണ്ട് 100 ഒക്കെയാണ്. നമുക്ക് 120 നല്ലൊരു പ്രോഫിറ്റ് തന്നെ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി 2 minutes ഉണ്ട് ഈ ഒരു 5 minute ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനായിട്ട്. മേ ബി നെക്സ്റ്റ് കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം ഡേ ഹൈ ലെവൽ ബ്രീച്ച് ചെയ്യുമോ അല്ലെങ്കിൽ 25,560 ലെവലിലേക്ക് വരുമോ എന്നുള്ളത്. ഇപ്പോൾ ഒരു ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപ് ഒരു ലോവർ ലോ കൂടി വരുമോ എന്നുള്ളത് പറയാൻ കഴിയില്ല. സ്റ്റിൽ ആ ഒരു റിസ്ക് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. 6 lakhs ലോസിലുണ്ട്. അഗെയിൻ ബൈയിങ് പ്രഷർ വരുന്നുണ്ട് 25,600 പുട്ട് ഓപ്ഷനിൽ, അതായത് നമ്മുടെ സ്പോട്ടിൽ സെല്ലിംഗ് പ്രഷർ. $5 ലക്ഷം ലോസിൽ തന്നെയാണ് നിൽക്കുന്നത്. സപ്പോർട്ട് ലെവൽ റീടെസ്റ്റ് ചെയ്യുമോ നമുക്ക് നോക്കാം. സ്പോട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡേ ലോ ലെവലിലേക്ക് ഫോളോ ചെയ്യണം. ഇപ്പോൾ ഒരു ലോവർ ലോ ഫോം ചെയ്തിട്ടുണ്ട്, ലോവർ ഹൈ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങിന് വെയിറ്റ് ചെയ്യാം. എന്തായാലും പ്രോഫിറ്റ്സിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. 105 ലെവൽ കോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ പൊസിഷൻ.
കോസ്റ്റ് ആർ സ്ലൈറ്റ്ലി പ്രോഫിറ്റ്. നമുക്ക് എന്തായാലും 120 ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു ഇൻസൈഡ് ബാറാണ് ഫോം ചെയ്യുന്നത് 5 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഒരു ഇൻസൈഡ് ബാർ ഫോം ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ എന്തായാലും ഒരു ഡേ ലോ ലെവലിലേക്കൊരു സ്പൈക്ക് നമുക്ക് പുട്ട് ഓപ്ഷനിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും പ്രോഫിറ്റ്സ് നല്ല രീതിയിൽ ബുക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. എഗെയിൻ ആ ഒരു ഇൻസൈഡ് ബാർ ഫോം ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റ്സ് ക്ലോസിങ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു 120 ലെവലിലേക്ക് ഒരു സ്പൈക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. 110 ലെവൽ ബ്രേക്ക് ചെയ്യാനുണ്ട് അതിന് മുൻപ്. 110 ലെവൽ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. 109 ആണ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നൊരു ഹൈ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനഫ് ക്യാപിറ്റൽ അവൈലബിൾ മാർജിനായിട്ടുണ്ട്. 3.4 CR അവൈലബിൾ മാർജിനായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ഒരു പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട് നമ്മുടെ കയ്യിലുണ്ട് ഇൻ കേസ് അത് എഗെയിൻസ്റ്റ് വരികയാണെങ്കിൽ. ഇപ്പോൾ നമ്മുടെ പൊസിഷൻ നേക്കഡ് പൊസിഷനാണ്. ഇനഫ് ലോട്ട് സൈസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. 110 ലെവൽ ബ്രേക്ക് ചെയ്ത് 120 ലെവൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാം. യെസ്, 107ലേക്ക് വന്നു. അഗെയിൻ 105 ലെവലിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ട്രേഡ് 120 ലെവലിലേക്ക് ഒരു പൊസിഷൻ 25,600 പുട്ട് ഓപ്ഷൻ 120 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആയി മാറും. 120 ലെവലിലേക്ക് വരുന്നതോടുകൂടി നമ്മൾ ബുക്ക് ചെയ്യും. അതോടുകൂടി ഈ ഒരു വീഡിയോ നമുക്ക് ക്ലോസ് ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് സേഫായിട്ട് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിന് ഒരുപാട് സമയമെടുക്കും. അപ്പം അങ്ങനെ അതൊരു ലോങ്ങർ വീഡിയോ ആവും. പക്ഷേ നമ്മുടെ പൊസിഷൻ സേഫ് ആക്കുകയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. മേ ബി ഒരു 5-10 മിനിറ്റ്സിൻ്റെ വീഡിയോസും അതുപോലെ 30 മിനിറ്റ്സും 1 ഹവറിൻ്റെ വീഡിയോവും. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്ഷനിൽ റൈറ്റ് അവേ വരികയാണെങ്കിൽ നമുക്ക് ഒരു 10-15 മിനിറ്റ്സിൽ തന്നെ ആ ട്രേഡ് ക്ലോസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടി വരും. അതിന് കുറച്ച് സമയമെടുക്കും. 2 വീഡിയോസിനും അതിൻ്റേതായ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് വാച്ച് ചെയ്യുക. സെയിം വീഡിയോ തന്നെ, എങ്കിലേ ആ ഒരു ആക്ഷൻ എന്തിൻ്റെ ബേസിസിലാണ് എടുക്കുന്നത് ആ ഒരു ട്രേഡിംഗ് ലോജിക്ക് മനസ്സിലാവുള്ളൂ, ട്രേഡ് ലോജിക്ക്. അപ്പോൾ എഗെയിൻ ബൈയിങ് പ്രഷറാണ് സ്പോട്ട് ലെവലിൽ കാണുന്നത്. നമ്മൾ ഇൻസൈഡ് ബാർ വന്നതിന് ശേഷം ഒരു റീടെസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ റീടെസ്റ്റ് വരുമോ എന്ന് നമുക്ക് നോക്കാം. കോസ്റ്റിൽ തന്നെ ട്രേഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ പൊസിഷൻസ്. നമ്മൾ കൂടുതൽ ഡിപ്ലോയ് ചെയ്തിട്ടില്ല. ഒരു കൺസോൾട്ടേഷനാണ് ഓപ്ഷനിൽ നടക്കുന്നത്. 25,600 പുട്ട് ഓപ്ഷനിൽ അറൗണ്ട് 100-110 ആ ഒരു റേഞ്ചിൽ 108 ലെവലിൽ തന്നെയാണ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത് ഫോർ ദ പാസ്റ്റ് 10 മിനിറ്റ്സ് മേ ബി. യെസ്, ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനഫ് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു പൊസിഷനിൽ. 120. ലെറ്റ്സ് വെയിറ്റ്. $107. $107.
യെസ് 108. യെസ് 110 ബ്രേക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് 120 ആണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ ഒരു ഡൗൺഫോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വളരെ സ്ട്രോങ് ആണ്. 112. യെസ് 113 ലെവൽ എത്തിയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് 2 മിനിറ്റ്സിൽ 120 വരും. നോക്കാം. യെസ് 113, 114, 15. യെസ് 120. come on. 113, 14. യെസ് 15, 16. യെസ് 17 വന്നിട്ടുണ്ട്. സ്പോട്ടിൽ നല്ലൊരു ഫോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 115 ട്രേഡ് ചെയ്യുന്നത്. സ്റ്റിൽ വെയിറ്റിംഗ്. സെയിം റിസ്ക് തന്നെയാണ്. ബിക്കോസ് നമ്മൾ പൊസിഷൻസ് ഒന്നും പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തിട്ടില്ല, ഹെഡ് ചെയ്തിട്ടില്ല, നേക്കഡ് പൊസിഷൻസ് ആണ്. അതിൻ്റെ റിസ്ക് എന്തായാലും എത്ര പ്രോഫിറ്റ് കാണിച്ചാലും അത് ഉണ്ട്. സഡൻ ഫോൾ വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും ലോസിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. യെസ് 117, 119. ഞാൻ ഷാർട്ട്സ്. യെസ് 120. യെസ് നല്ല പ്രോഫിറ്റ്സ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. എന്തായാലും ഇതിനകത്ത് നമുക്ക് ഡേ ലോ ലെവൽ വന്നു. ഡേ ലോ ലെവൽ സ്പോട്ട് ഡേ ഹൈ ലെവലാണ് പുട്ട് ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. ഡേ ലോ ലെവൽ റീച്ച് ഓൾമോസ്റ്റ് വന്നെങ്കിലും റീച്ച് ചെയ്തിട്ടില്ല. ന്യൂ ഡേ ലോ വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ. 25,528 ആണ്. യെസ് ഡേ ലോ വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ പുട്ട് ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഡേ ഹൈ ഓൾറെഡി വന്നു കഴിഞ്ഞു. വളരെ കൃത്യമായിട്ടാണ് ആ ഒരു പുട്ട് ഓപ്ഷനിൽ 120 ലെവൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 100ലാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഒരു മിനിറ്റ് നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ 120 ലെവലിൽ നിന്ന് അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 100 ലെവലിലാണ്. ഇപ്പോൾ 105 തോന്നുന്നു. മേ ബി ആ ഒരു 120 ലെവലിൽ ബ്രേക്ക് ചെയ്യായിരിക്കും. ഒരു പുൾ ബാക്ക് വന്നു. മേ ബി ഈ ഒരു പുൾ ബാക്ക് ഒരു ഡൗൺഫോൾ ആയിട്ട് മാറിക്കൂടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് സ്പോട്ട് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഒരു അപ്പ് മൂവ് ഇവിടെ നിന്ന് വരികയാണെങ്കിൽ നമുക്കത് വലിയ രീതിയിലുള്ളൊരു അപ്പ് മൂവ് ആയിരിക്കും. നമുക്കൊരിക്കലും അതിനെ ആവറേജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് വളരെ പാടായിരിക്കും. ഇപ്പോൾ അത് 100 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് സ്പോട്ട് ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ നമ്മൾ വളരെ അക്യുറേറ്റ് ആയിട്ടാണ് ആ ഒരു ബുക്കിങ്ങിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് ആ ഒരു ബുക്കിംഗ് ചെയ്തിട്ടുള്ളത്. 120 ലെവൽ ടു ബി പ്രിസൈസ് 122ലേക്ക് വന്നു. അങ്ങനെ റിജക്റ്റായി 115 താഴെയാണ് ആ ഒരു ക്യാൻഡിൽ പോലും 1 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. 5 മിനിറ്റ്സിൽ സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇൻസൈഡ് ബാർ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു ലോ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. കൃത്യമായിട്ട് അത് വന്നു, നമ്മൾ ബുക്ക് ചെയ്തു. എന്തായാലും നല്ല പ്രോഫിറ്റ്സ് ഈ ഒരു ട്രേഡിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചു. എന്തായാലും നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്യുക. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. നമ്മൾ വളരെ പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്തു. ആ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു. 5 lakhs പ്രോഫിറ്റ് 5 lakh ലോസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഫ്ലക്ച്വേഷൻ കൃത്യമായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്തു. നമ്മുടെ ടാർഗറ്റ്സ് വളരെ പ്രിസൈസ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. മേ ബി ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തൊരു മൊമെൻറ്റം വരികയാണെങ്കിൽ, ലോവർ സൈഡിലൊരു മൊമെൻറ്റം വരികയാണെങ്കിൽ എൻട്രി എടുക്കാം. അല്ല ഹയർ സൈഡിലേക്ക് ഗ്യാപ്പ് ഫില്ലിങ്ങോ അല്ലെങ്കിൽ ഒരു അപ്പ് മൂവ് വരികയാണെങ്കിൽ പോസിറ്റീവ് ഡേ ആയിട്ട് മാറുകയാണെങ്കിലും നമുക്ക് എൻട്രി എടുക്കാം. എന്തായാലും ആസ് ഓഫ് നൗ നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.